എല്ലാവർക്കും നമസ്കാരം. നമുക്കിന്ന് മനം നിറയുന്ന സന്തോഷം നൽകുന്ന ഒരു കാഴ്ച കണ്ടു. ആ കാഴ്ചയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. പടം വരയ്ക്കാനും എഴുതാനും കൂടി ഒരു റഫാണത്. ഇതേപോലെ എല്ലാവർക്കും കൊടുക്കണം കേട്ടോ. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്ക് വളരെ ഗുണകരമാണ്. അവർക്ക് മാതാപിതാക്കൾക്ക് വലിയ ആശ്വാസമാണ്. ഇത്തവണ നമ്മൾ ഇത് കൂട്ടിക്കലിൽ നിന്നും ANPR കൂടി മാറ്റിയിട്ടുണ്ട്. സ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കും അതുപോലെ തന്നെ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന രോഗികൾക്കും കിടപ്പാടമില്ലാത്ത ആളുകൾക്കും ഒക്കെ വേണ്ടി, അതുപോലെ രോഗികൾക്ക് വീടുകളിൽ കിടപ്പായിരിക്കുന്ന രോഗികൾക്കും ഒക്കെ വേണ്ടി വളരെയധികം ആതുര സേവന പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തോടൊപ്പം വളരെ കാലങ്ങളായിട്ട് പല പ്രവർത്തനങ്ങളിലും ഏർപ്പെടുന്നതിനുള്ള അവസരം എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇന്ന് രാവിലെ ആണെങ്കിൽ കൂട്ടിക്ക് വിതരണം ചെയ്തപ്പോൾ മറയൂരിൽ നിന്ന് ടീച്ചർ, അവിടെ പഠിക്കുന്ന ടീച്ചർ വന്നിരുന്നു. അപ്പൊ ടീച്ചർക്ക് അവിടെ ആവശ്യമുള്ള ബുക്കുകളൊക്കെ ജോസിയുടെ കൊടുത്തുവിട്ടൊക്കെ കാഴ്ച കാണാൻ സാധിച്ചു. പഞ്ചായത്താണ് ഇത് വിതരണം ചെയ്യുന്നതാണ് പല ആളുകളുടെയും വിചാരം. പക്ഷെ അങ്ങനെയല്ല. ജോസി ചേട്ടൻ എന്ന് പറയുന്ന ജനങ്ങളെ സഹായിക്കാൻ താല്പര്യമുള്ള ഒരാള്, അതിന് ഞങ്ങൾ നിമിത്തമായി ഇത് കോർഡിനേറ്റ് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. ഇത് വിതരണം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഈ BIC ക്ലബ്ബ് തെരഞ്ഞെടുക്കാൻ വേണ്ടി ഞങ്ങൾക്ക് വളരെ അഭിമാനം തോന്നുകയാണ്. കാരണം ഇത്രയും നല്ല ഒരു ജനോപകാരപരമായ ഒരു പരിപാടി നടത്തുവാൻ ഈ ക്ലബ്ബ് തന്നെ തിരഞ്ഞെടുത്തതിൽ ഞങ്ങളുടെ ജോലിയെയും ബന്ധപ്പെട്ട എല്ലാവരെയും പ്രത്യേകം അഭിനന്ദിക്കുന്നു. എന്നിൽ ഒരു വെളിച്ചം ദൈവം കത്തിച്ചു തന്നതാണ് 16 വർഷമായിട്ട് ഇങ്ങനൊരു ചാരിറ്റി പ്രവർത്തനം തുടങ്ങാൻ കാരണം. ഇതിന്റെ ആരംഭം എന്ന് പറയുന്നത്, അതുപോലെ തന്നെ പുള്ളി ഹൈറേഞ്ച് മേഖലകളിൽ അവിടെയുള്ള സ്കൂളുകളിൽ ഒക്കെ ഇത് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ ഒരു മനസ്സാണ്. നമുക്ക് കോവിലെ കൈതൊഴാം, തൊഴാം വെളിച്ചമേ കൈതൊഴാം. ഒരു ചേറോ കൈത്തിരിയേന്തി ഞാൻ നിന്റെ അരികിലേക്കെത്തവേ. കനിവിൻ കടാശങ്ങളേണി എന്റെ കരളിലാമൃതം ഒഴിക്കണേ. അവിവേകശാലികൾ പാവികൾ ഞങ്ങൾ അഖിലങ്ങൾ വല്ലതും ചെയ്യുകിൽ അഖില പ്രകാശ പ്രകാന്തമേ ഞങ്ങൾ കരുണേണേ മാപുനീശ്വര. കരുണാതൻ കാതലേ കൈതൊഴാം, സ്നേഹകടലേ എൻ ദൈവമേ കൈതൊഴാം. മഹിമാതൻ കോവിലേ കൈതൊഴാം, തൊഴാം അഖിലൻ വെളിച്ചമേ കൈതൊഴാം. ആൽഫ ആൻഡ് ഒമേഗ ഇന്റർനാഷണൽ മിനിസ്ട്രി മുണ്ടക്കയം ജോസി ആന്റണിയാണ് ഇതിന് മേൽനോട്ടം വഹിക്കുന്നത്. ഇത് ഈ സ്കൂൾ തുറക്കുന്ന സമയത്ത് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്ക് വളരെ ഗുണകരമാണ്. അവർക്ക് മാതാപിതാക്കൾക്ക് വലിയ ആശ്വാസമാണ്. ഇത്തവണ നമ്മൾ ഇത് കൂട്ടിക്കലിൽ നിന്നും ANPR കൂടി മാറ്റിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം പഞ്ചായത്തിൽ വരികയും ഞങ്ങളോട് ഇത് പറഞ്ഞപ്പോഴും തീർച്ചയായിട്ടും ഞങ്ങൾ പറഞ്ഞത് നമുക്ക് ഒരു വാർഡിൽ ഏതാണ്ട് 5 പേർക്ക് പാവപ്പെട്ട ആളുകൾക്ക് ബുക്ക് കൊടുക്കാം. അപ്പൊ ഞങ്ങൾ ലിസ്റ്റ് തയ്യാറാക്കുന്നത് ഏകദേശം ഒരു 10ഓളം പേര് ഏറ്റവും കുറഞ്ഞ ചില വാർഡുകളിൽ പാവപ്പെട്ട കുട്ടികളായിട്ട് ഉള്ളവരുണ്ട്. പക്ഷെ അതിലും മേളിൽ ഇപ്പൊ ലിസ്റ്റുകൾ പോയി ഏതാണ്ട് 15-20 പേരൊക്കെ ഒരു വാർഡിൽ നിന്ന് തന്നെ വന്നിട്ടുണ്ട്. നമുക്കറിയാം ഇത് ഏതാണ്ട് 7, 6, 7, 8 ബുക്കോളം ഒരു കുട്ടിക്ക് കൊടുക്കുന്നുണ്ട്. ഒരു ബുക്കിന്റെ വില എന്ന് പറയുന്നത് ഏതാണ്ട് 60 രൂപ 55 രൂപ മേളില്. നമുക്കൊരു നോട്ട്ബുക്കിന്റെ വില നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന. അപ്പൊ അത്രയും കാര്യങ്ങള് നമ്മള് ജോസി ഇവിടെ ചെയ്യുകയാണ്. അതുപോലെ തന്നെ പുള്ളി ഹൈറേഞ്ച് മേഖലകളിൽ അവിടെയുള്ള സ്കൂളുകളിൽ ഒക്കെ ഇത് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ ഒരു മനസ്സാണ്. നമുക്കറിയാം ഇത് മറ്റുള്ള ആളുകളുടെ ചില സഹായങ്ങളൊക്കെ സ്വീകരിച്ചായിരിക്കും അദ്ദേഹം ചെയ്യുന്നത്. ചിലപ്പോൾ പല ആളുകളുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കാം. അതിനോടനുബന്ധിച്ച് ഇതൊക്കെ ഒരു മനസ്സാണ്. ഇങ്ങനെയുള്ള ആളുകളെ കൊണ്ട് ഇങ്ങനെയുള്ള സേവന പ്രവർത്തനങ്ങൾ പാവപ്പെട്ട ആളുകൾക്ക് ഇപ്പൊ ഒരു 10 നോട്ട്ബുക്ക്, അതുപോലെ തന്നെ ഒരു 5 നോട്ട്ബുക്ക് ഈ മഴയും പിടിച്ച് നമുക്കറിയാം സാമ്പത്തികമായിട്ടും
ഒക്കെ വളരെ ബുദ്ധിമുട്ടുള്ള അനുഭവമാണ് എല്ലാവർക്കും ഉള്ളത്. സ്കൂൾ തുറക്കുന്നത് മാതാപിതാക്കളെ സംബന്ധിച്ച് കുടയാണെങ്കിലും ബാഗ് ആണെങ്കിലും അവർക്ക് യൂണിഫോമും അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം മേടിക്കേണ്ട ഒരു സമയത്ത് നമുക്കറിയാം 6-7 നോട്ട്ബുക്ക് കൂടെ കിട്ടുമ്പോൾ ഫ്രീ ആയിട്ട് കിട്ടുമ്പോൾ അത് വലിയ ഒരു കാര്യമാണ്. ഞാൻ ഈ കാര്യത്തിൽ പ്രത്യേകം നമ്മുടെ ജോസിയെ ഞാൻ എല്ലാ രീതിയിലും അഭിനന്ദിക്കുകയാണ്. ഇങ്ങനെയുള്ള ഒരു സേവന പ്രവർത്തനം ചെയ്യുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും നമുക്കറിയാം ദൈവത്തിന്റെ അങ്ങനെയുള്ള ഒരു കടാക്ഷങ്ങൾ പുള്ളിക്ക് തീർച്ചയായിട്ടും ഉണ്ടാവും. അപ്പൊ ഞങ്ങൾ അതിനൊരു പ്രചോദനമായി എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇങ്ങനെ ഒരു കുറെ ആളുകൾ ഇതിപ്പോ 7 വാർഡിലെ കുട്ടികളെയും അതുപോലെ തന്നെ ആ പ്രദേശത്തെ പാവപ്പെട്ടവരായിട്ടുള്ള പിള്ളേരെയാണ് നമ്മൾ വിളിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ കൂട്ടിക്കൽ പഞ്ചായത്തിലെ 14 വാർഡുകളിലുമുള്ള പാവപ്പെട്ട കുടുംബങ്ങളിൽപ്പെട്ട ഏതാണ്ട് 10-15 കുട്ടികൾക്ക് ഇങ്ങനെയുള്ള ബുക്കുകൾ വിതരണമാണ് ഇപ്പൊ ചെയ്യുന്നത്. ഇന്നിപ്പോ നമ്മുടെ 7 വാർഡിന്റെയാണ്. ഇവിടെ വന്നിരിക്കുന്ന മുഴുവൻ കുട്ടികൾക്കും ബുക്ക് കൊടുക്കാനുണ്ടെന്നാണ് ജോസി പറഞ്ഞത്. തീർച്ചയായിട്ടും അങ്ങനെയുള്ള ഒരു കാര്യം ചെയ്യുന്ന പ്രത്യേകിച്ച് ജോസിക്ക് പ്രത്യേക അഭിനന്ദനങ്ങൾ ഞാൻ അർപ്പിക്കുകയാണ്. ഞാൻ മറ്റു കാര്യങ്ങളിലേക്ക് ഒന്നും കടക്കുന്നില്ല. നമ്മുടെ ഈ ചെറിയ ഒരു യോഗം ഉദ്ഘാടനം ചെയ്തതിനു വേണ്ടി പ്രിയപ്പെട്ട ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് ക്ഷണിക്കുകയാണ്. കഴിഞ്ഞ 16 വർഷക്കാലമായി കൂട്ടിക്കലില് വിദ്യാർത്ഥികൾക്ക് പുസ്തകം ബുക്കുകൾ വിതരണം ചെയ്യുന്ന ആളാണ് ജോസി. എന്നാല് നമ്മളൊക്കെ ആദ്യമായിട്ടല്ലേ കാണുന്നേ? അതെ. അപ്പം ജോസി ഈ കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ അടുത്തേക്ക് വന്നു. എല്ലാ വർഷവും ഇവിടെ ബുക്ക് കൊടുക്കുന്നുണ്ട്. ആ സാഹചര്യത്തില് ഇത് എങ്ങനെ ഇവിടെ വിതരണം ചെയ്യണമെന്ന് ഞങ്ങളോട് ചോദിച്ചു. അപ്പം കുറച്ച് ആളുകൾക്ക് കൂട്ടികൾ കൊടുക്കും. അങ്ങനെയായിരുന്നു നേരത്തെ സംഭവിച്ചിരുന്നത്. എന്നാൽ ഞങ്ങൾ മെമ്പർമാരെല്ലാവരും കൂടി തീരുമാനമെടുത്തു 14 വാർഡുകളിലും ഇദ്ദേഹത്തിന്റെ സേവനം എത്തണമെന്ന് തീരുമാനിച്ചുകൊണ്ട് ഇന്ന് രാവിലെ കൂട്ടിക്കൽ പഞ്ചായത്തിലെ കൂട്ടിക്കൽ ടൗൺ ഭാഗത്ത് വെച്ച് 7 വാർഡുകളില് രാവിലെ തന്നെ ബുക്ക് വിതരണം ആരംഭിച്ചു. അത് ഏതാണ്ട് 1 മണിയോടുകൂടിയാണ് ബുക്ക് വിതരണം സമാപിച്ചത്. അതിനുശേഷമാണ് നമ്മൾ ഉച്ച കഴിഞ്ഞ് 3 മണിക്ക് ഇവിടെ വെച്ചിരുന്നത്. തീർച്ചയായിട്ടും ഇദ്ദേഹം ചെയ്യുന്ന സേവനം ആളുകളിലേക്ക് എത്തുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ നാട്ടിലെ ഓരോ കുടുംബത്തിലെയും കുട്ടികൾക്ക് ഇതിന്റെ ഗുണമുണ്ടാകണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് തന്നെയാണ് നമ്മളിത് ചെയ്തിരിക്കുന്നത്. നമുക്കറിയാം പഠന മികവ് പുലർത്തുന്ന സാമ്പത്തിക പിന്നോക്കാവസ്ഥയുള്ള കുടുംബങ്ങളാണ് ഏറെയും ഇവിടെ ഉള്ളത്. എന്നാൽ ഒരു വീട്ടിൽ തന്നെ 1-ഓ അതിലധികമോ കുട്ടികളും ഉണ്ട്. ഏകദേശം 2-4 വയസ്സിന്റെ ഒക്കെ വ്യത്യാസമുള്ളേ. അവർക്കൊരു വലിയ കൈത്താങ്ങാണ്. കാരണം ഇപ്പം തുടർച്ചയായ മഴയും ട്രാഫിക് പോലെയുള്ള ജോലികളൊക്കെ നടക്കാതെ വരികയൊക്കെ ചെയ്യുമ്പോൾ ഇനി ബാഗ്, പേനയ്, കുടയ്, വാട്ടർ ബോട്ടിലൊക്കെ ഇവർക്ക് ആവശ്യമുണ്ട്. അപ്പൊ അതോടൊപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങള് ഒരു ചെറിയ സഹായമെങ്കിലും ഇതൊരു വലിയ കൈത്താങ് തന്നെയാണ്. അതുപോലെ തന്നെ ഇദ്ദേഹം ധാരാളം സേവനങ്ങൾ ഇവിടെ ചെയ്യുന്നുണ്ടായിരുന്നു. കുട്ടികളെ ഗവൺമെന്റ് ആശുപത്രിയിൽ കിടപ്പ് രോഗികൾ ഉണ്ടായിരുന്ന സമയത്ത് അവർക്ക് ആവശ്യമായ ഫുഡ് കൊടുക്കുന്നുണ്ടായിരുന്നു. അതോടൊപ്പം കിടപ്പ് രോഗികൾക്ക് കട്ടിൽ കൊടുക്കുന്നുണ്ട്. പിന്നെ ഭവന പുനരുദ്ധാരണവും ഭവന നിർമ്മാണവും ഒക്കെ നടത്തിയിട്ടുണ്ട്. അങ്ങനെ ഏകദേശം 2000-ഓളം ബുക്കുമായിട്ടാണ് ഇന്ന് ഇവിടേക്ക് വന്നിരുന്നത്. ഞങ്ങളൊക്കെ ചോദിച്ച ഒരു വാർഡിൽ ഒരു 5 പേർക്ക് തരാമോ, അല്ലെ 5, 10 15 15 അത് കഴിഞ്ഞപ്പോഴേക്കും ഇങ്ങനെ ലിസ്റ്റ് എടുത്ത് വന്നപ്പോഴാണ് വീണ്ടും അവരുടെ എണ്ണം കൂടിയപ്പോൾ രാവിലെ ആവശ്യപ്പെട്ടപ്പോൾ ഏകദേശം 2000 ബുക്കുകൾ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. അത് 8ാം ക്ലാസ് മുതൽ +2 വരെയുള്ള കുട്ടികൾക്ക് നല്ല വിലയുള്ള ഏതാണ്ട് 192 പേജുണ്ട്. സാധാരണ ബുക്കുകൾക്ക് അത്രയും പേജുകളില്ല. അത്രയും പേജുള്ള ബുക്കുകളും ഇവിടെ എത്തിച്ചിട്ടുണ്ട്. പിന്നെ ഇദ്ദേഹത്തിന്റെ ഞാൻ രാവിലെ എന്നോട് പറഞ്ഞു ഇതൊന്നും ആരും അറിയേണ്ട കാര്യമില്ല. പക്ഷെ നമ്മൾ പബ്ലിസിറ്റിക്ക് വേണ്ടിയൊന്നും അല്ല. നമ്മുടെയൊക്കെ പ്രാർത്ഥനകൾ ഈ കുടുംബത്തോടൊപ്പം ഉണ്ടാകുമ്പോൾ ഇനിയും ഇതേപോലെ ധാരാളം കാര്യങ്ങൾ ചെയ്യാനായിട്ട് കഴിയും. ഒമേഗ ഇന്റർനാഷണൽ മിനിസ്ട്രി മുണ്ടക്കയം കഴിഞ്ഞ 16 വർഷക്കാലമായി ബുക്കുകൾ വിതരണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ തുടർ പ്രവർത്തനമായി APR BICയിൽ വെച്ച് ഈ നാട്ടിലെ കുട്ടികൾക്ക് ബുക്ക് വിതരണം ഉദ്ഘാടനം ചെയ്യുകയാണ്. സ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കും അതുപോലെ തന്നെ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന രോഗികൾക്കും കിടപ്പാടമില്ലാത്ത ആളുകൾക്കും ഒക്കെ വേണ്ടി, അതുപോലെ രോഗികൾക്ക് വീടുകളിൽ കിടപ്പായിരിക്കുന്ന രോഗികൾക്കും ഒക്കെ വേണ്ടി വളരെയധികം ആതുര സേവന പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തോടൊപ്പം വളരെ കാലങ്ങളായിട്ട് പല പ്രവർത്തനങ്ങളിലും ഏർപ്പെടുന്നതിനുള്ള അവസരം എനിക്ക് കിട്ടിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ നിസ്വാർത്ഥമായ ആ സേവനവും രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ ഏതവസരത്തിലും എന്തിനും തയ്യാറായി വരുന്ന ഒരു വ്യക്തിത്വമാണ് അദ്ദേഹത്തിന് ഉള്ളത് എന്ന് എനിക്ക് നിസ്സംശയം പറയാൻ സാധിക്കും. കഴിഞ്ഞ കൊറോണ കാലത്തും പോലും ആശുപത്രിയിൽ കിടക്കുന്ന രോഗികൾക്കും കൊറോണ രോഗം ബാധിച്ച ആളുകൾക്കൊക്കെ വേണ്ടി അദ്ദേഹം ചെയ്ത സേവനങ്ങൾ ഒരുപക്ഷെ പലരും അറിഞ്ഞിട്ട് കാണുകയില്ല. അത് കാരണം ആളുകൾ അറിഞ്ഞ് ഒരു പബ്ലിസിറ്റിക്ക് വേണ്ടി അല്ല അദ്ദേഹം അത് ചെയ്യുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അപ്പോൾ
സാധാരണക്കാരും പാവപ്പെട്ടവരുമായ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സമൂഹത്തിലെ ആളുകൾക്ക് വേണ്ടി അവർക്ക് ചെയ്യാൻ പറ്റുന്ന ശാരീരികവും മാനസികവും ആത്മീയവുമായ എല്ലാ കാര്യങ്ങളിലും ഇടപെട്ടുകൊണ്ട് അവർക്ക് വേണ്ടുന്ന സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നതിന് തയ്യാറായ ജോസിയെ ഞാൻ പ്രത്യേകം ഈ അവസരത്തിൽ അഭിനന്ദിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ഈ പ്രവർത്തനങ്ങൾ 10-16 വർഷമായി ഈ നമ്മുടെ നാട്ടിൽ ആരംഭിച്ചിട്ട് ആ നാട്ടിൽ ആരംഭിച്ചിരിക്കുന്ന ഈ പ്രവർത്തനങ്ങൾ അനുസരിച്ച് തുടർന്നു കൊണ്ടുപോകുന്നതിന് അദ്ദേഹത്തെ സഹായിക്കുന്ന പ്രധാന വ്യക്തികൾ എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ഭാര്യയും അദ്ദേഹത്തിന്റെ കുട്ടികളുമാണ്. എനിക്ക് വളരെ വ്യക്തമായിട്ട് അറിയാവുന്നൊരു കാര്യമാണത്. സാധാരണഗതിയിൽ ഇങ്ങനെ 24 മണിക്കൂറും അദ്ദേഹം ഒരുപാട് ഇക്കാര്യത്തിലൊക്കെ വ്യാപൃതനാണ്. അങ്ങനെയൊക്കെ പോയി കഴിയുമ്പോൾ വീട്ടിലുണ്ടാകുന്ന പല ബുദ്ധിമുട്ടുകളും ഉണ്ടാവും. പക്ഷെ ആ ബുദ്ധിമുട്ടുകളൊക്കെ സഹിച്ചുകൊണ്ട് അദ്ദേഹത്തോടൊപ്പം ആ ആശുപത്രി കിടക്കുന്ന രോഗികൾക്ക് കഞ്ഞി വെക്കുന്നതിനും അത് കൊണ്ടുപോയി വിളമ്പി കൊടുക്കുന്നതിനും വരെ ഈ അദ്ദേഹത്തിന്റെ ഭാര്യയും മക്കളും ഒക്കെ അദ്ദേഹത്തോടൊപ്പം ഉണ്ട് എന്ന് എനിക്ക് പലപ്പോഴും മനസ്സിലായിട്ടുണ്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളെ കൂടുതൽ ഒത്തിരി ശ്ലാഘിക്കുന്നതിന് ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ഈ പ്രവർത്തനങ്ങൾ 16 വർഷമായിട്ട് തുടർന്നു വരുന്ന ഈ സേവന പ്രവർത്തനങ്ങൾ ഈ നാട്ടിലെ ആളുകൾക്ക് അത് ഗുണമായെങ്കിൽ അത് വളരെയധികം ഉപകാരപ്രദമായിരിക്കും. അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ അനുസരിച്ച് നടത്തിക്കൊണ്ടു പോകുന്നതിന് അദ്ദേഹത്തെ ജഗദീശ്വരൻ അനുഗ്രഹിക്കട്ടെ. അതുപോലെ അദ്ദേഹം വിതരണം ചെയ്യുന്ന ഈ പുസ്തകങ്ങള് ഈ കുഞ്ഞുങ്ങൾക്ക് അവരുടെ പഠിത്തത്തിന്റെ വേദിയിൽ കൂടുതൽ ഉയർച്ചയുണ്ടാക്കുന്നതിന് കാരണമായി തീരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞങ്ങളുടെ ഒരു ഇത് എല്ലാം വിതരണം ചെയ്യുന്നതിനുള്ള ഒരു സൗകര്യം ഇവിടെ ഒരുക്കി തരുവാനുള്ള സാഹചര്യം ഉണ്ടായി. എല്ലാവർക്കും ഒരിക്കൽ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് അവസ്ഥയ്ക്ക് എല്ലാവിധ ഐശ്വര്യങ്ങളും ഈശ്വരൻ വാഗ്ദാനം ചെയ്യട്ടെ കൊടുക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വാക്കുകൾ നിർത്തുന്നു. നന്ദി. എല്ലാവർക്കും നമസ്കാരം. അവരെ അഭിസംബോധന ചെയ്യുന്നില്ല. നമ്മുടെ ജോസിച്ചേട്ടൻ ചെയ്ത സേവനങ്ങളെ കുറിച്ച് എന്റെ മുമ്പ് സംസാരിച്ചവരൊക്കെ പറഞ്ഞു കഴിഞ്ഞിരുന്നു. അപ്പൊ ഞാനൊരു കാര്യം ഓർക്കുന്ന, കഴിഞ്ഞ വർഷം നമ്മുടെ അമ്മയൊരു ചേച്ചി ഉണ്ടായിരുന്നു. അവർക്ക് വീടില്ലായിരുന്നു, ഒരു കുടിലാണ് താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പം അവർക്ക് ഒരു വീട് താഴെ പോകുന്ന അവസ്ഥയായിരുന്നു. അപ്പൊ ജോസിച്ചേട്ടനോട് ചോദിച്ചപ്പോൾ യാതൊരു മടിയും കൂടാതെ പുള്ളി അതിന് തയ്യാറാവുകയും ഏകദേശം 1 ലക്ഷം മിച്ചം രൂപയായി നമ്മൾ വീട്ടൊക്കെ ഇട്ട ഒരു അടുത്തുറപ്പുള്ളൊരു ചെറിയൊരു വീട് ജോസിച്ചേട്ടൻ സ്വന്തം നിർമ്മിച്ച് നൽകി. അതൊരിക്കലും എന്നെ സംബന്ധിച്ച് മറക്കാനാവാത്ത ഒരു കാര്യമാണ്. അതുപോലെ ഒട്ടനവധി വീടുകൾ പുള്ളി പല പ്രദേശങ്ങൾ, അതായത് നമ്മുടെ ഏരിയ മാത്രമല്ല, അതായത് കിഴക്കൻ ഏരിയ പുള്ളി കൂടുതലായിട്ട് വണ്ടിപ്പെരിയാർ അവിടെയൊക്കെ ബുക്കുകൾ ധാരാളം വിതരണം ചെയ്യുന്നുണ്ട്. ഇന്ന് രാവിലെ ആണെങ്കിൽ കുട്ടിക്ക് വിതരണം ചെയ്തപ്പോൾ മറയൂരിൽ നിന്ന് ഒരു ടീച്ചർ, അവിടെ പഠിക്കുന്ന ടീച്ചർ വന്നിരുന്നു. അപ്പൊ ടീച്ചർക്ക് അവിടെ ആവശ്യമുള്ള ബുക്കുകളൊക്കെ ജോസിയുടെ കൗങ്ങോട് കൊടുത്തുവിട്ടൊക്കെ കാഴ്ച കാണാൻ സാധിച്ചു. അപ്പോൾ ഇതുപോലെ ഈ ജോസിയാണ് സേവനങ്ങൾ ഇപ്പം നിങ്ങൾ കുട്ടികൾ വന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇതിൽ നമ്മളെന്ത് മനസ്സിലാക്കണമെന്ന് വെച്ചാൽ നമ്മൾ കുട്ടികൾ നിങ്ങൾ പഠിച്ച് വലുതാകും, നല്ല ജോലികളെ കിട്ടി നല്ല മിടുക്കലാകും. അപ്പൊ നിങ്ങളും വളർന്നു വരുമ്പോഴത്തേക്കും ഇതുപോലെയുള്ള സേവന പ്രവർത്തനങ്ങൾ നമ്മൾ മറ്റുള്ളവർക്ക് നമ്മളെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് വേണ്ടി നമ്മുടെ കുഞ്ഞുങ്ങൾ ഓരോരുത്തരും നമ്മൾ ചെയ്യണം. അതാണ് എനിക്ക് നിങ്ങളോട് പറയുവാനായിട്ടുള്ളത്. അതായത് നമുക്ക് കിട്ടി ദൈവം നമുക്ക് നൽകിയ ദാനങ്ങൾ നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ അവിടെ വിനിയോഗിക്കണം. അപ്പം ജോസിയാണ് ഏൽപ്പിച്ചിരുന്ന തമ്പുരാൻ ഏൽപ്പിച്ച കഴിവുകൾ അത് മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി അത് വിനിയോഗിക്കുന്നു. അപ്പോൾ ഈ ജോസിയുടെ മുന്നോട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളിലും എല്ലാവിധ ഈശാനുഗ്രഹങ്ങളും ഉണ്ടായിരിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നതാണ്. പ്രിയങ്കരനായ ജോസിച്ചേട്ടൻ, പ്രിയമുള്ള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്, മെമ്പർമാരെ, എല്ലാവർക്കും കൃത്യമായ നമസ്കാരം. നമ്മുടെ ഈ സംരംഭം യഥാർത്ഥത്തിൽ പഞ്ചായത്താണ് ഇത് വിതരണം ചെയ്യുന്നതാണ് പല ആളുകളുടെയും വിചാരം. പക്ഷെ അങ്ങനെയല്ല. ജോസിച്ചേട്ടൻ എന്ന് പറയുന്ന ജനങ്ങളെ സഹായിക്കാൻ താല്പര്യമുള്ള ഒരാൾ, അതിന് ഞങ്ങൾ നിമിത്തമായി ഇത് കോർഡിനേറ്റ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ജോസിച്ചേട്ടനെ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. ഇത് വർഷങ്ങളായിട്ട് ഈ പരിപാടി കൂട്ടിക്കലിലും മറ്റും ഇദ്ദേഹം ചെയ്യുന്നതാണ്. അതുപോലെ നമ്മുടെ പൊതു നന്മയ്ക്ക് ആവശ്യമായ പല കാര്യങ്ങളിലും അദ്ദേഹം നല്ല രീതിയിൽ പ്രവർത്തനങ്ങൾ നൽകുന്നു. അദ്ദേഹത്തിന് കൂടുതൽ ദീർഘായുസ്സും നന്മയും ഉണ്ടാകട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു. എല്ലാവർക്കും നന്ദി. പ്രിയമുള്ള വേദിയിൽ പ്രവർത്തനമുള്ള പ്രിയപ്പെട്ടവരെ, പ്രിയ കുട്ടികളെ, സുഹൃത്തുക്കളെ, കഴിഞ്ഞ വർഷം വരെ ജോസി രഹസ്യമായി ചെയ്യുന്ന കാര്യങ്ങളാണ് പ്രാവശ്യം മെമ്പർമാരെ ഇടപെട്ടുകൊണ്ട് അത് പരസ്യമാക്കി ഇതാണ് ചെയ്യുന്നത്. കാരണം ജോസിയുടെ പക്കൽ നിന്നും പുസ്തകങ്ങളും ബുക്കുകൾ വാങ്ങി ഇരിക്കുന്ന പലരും ഇപ്പോഴത്തെ പഠിച്ചിട്ടുള്ളവരുണ്ടാവും. ജോസി ഒരു പരസ്യമില്ലാതെ തികച്ചും 100% അർഹതയുള്ള ആളുകളെ കണ്ടെത്തിക്കൊണ്ട് ആണ് ജോസി കൊടുത്തുകൊണ്ടിരുന്നത്. ഇത്തവണയും ജോസി അതിനുവേണ്ടിയാണ് ശ്രമം നടത്തിയിരിക്കുന്നത്. പക്ഷേ ചിലപ്പം അർഹതയില്ലാത്തവർ 1-2 പേരെ വന്നിട്ടുണ്ടാവും. അത് യാദൃശ്യമായിട്ടാണ്, മനഃപൂർവ്വമല്ല. ജോസി ആഗ്രഹിക്കുന്നത് തികച്ചും 100% അർഹതയുള്ളവർ കൊടുക്കാനാണ്.
കാരണം അത് ഒരു അർഹത ഇല്ലാത്തവർ വാങ്ങിക്കൊണ്ട് പോകുമ്പോൾ മറ്റൊരു അർഹതയുള്ളവര് മാറ്റപ്പെടും എന്നുള്ള ഒരു വിശ്വാസിക്കുന്ന ആളാണ് ജോസി. ഇവിടെ ചെറുപ്പത്തോടെ അറിയുന്ന ആളാണ്. ഞങ്ങള് പരസ്പരം എല്ലാ രീതിയിലും സഹകരിച്ചു ബന്ധപ്പെട്ട് പോകുന്ന ആളുകളാണ്. അപ്പോൾ ജോസിയെ പോലുള്ള ആളുകൾ ഇതെല്ലാം കണ്ട് ഒരു മുന്നോട്ട് ഇറങ്ങി വന്നുകൊണ്ട് ഇതുപോലുള്ള പ്രവർത്തനം നടത്തിയാൽ നമ്മുടെ ചെറുതരായ കുട്ടികൾക്ക് എളുപ്പം ഉള്ള ബുക്കുകൾ വാങ്ങാനൊക്കെ എളുപ്പം ഉണ്ടാവും. അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തി എല്ലാവരും ഒരു പ്രചോദനമായിട്ട് ഇതുപോലുള്ള പബ്ലിസിറ്റി ചെയ്തുകൊണ്ട് യോഗങ്ങൾ നടത്തുമ്പോൾ മറ്റുള്ളവർക്ക് ഇങ്ങനെ ചെയ്യാനുള്ള ഒരു പ്രചോദനം ഉണ്ടാകും എന്നുള്ളതുകൊണ്ടാണ് പഞ്ചായത്ത് മെമ്പർമാർ ഇത്തവണ ഇതൊരു പബ്ലിസിറ്റി പോലെ ചെയ്യാൻ വേണ്ടി ജോസിയോട് പറഞ്ഞത്. അത് ജോസി ചെയ്തിരിക്കുന്നത്. അപ്പം ജോസിയെ പോലുള്ള ആളുകൾ നമ്മുടെ കുട്ടികൾ പഞ്ചായത്തിൽ ഇനിയും ഉണ്ടാവട്ടെ. അങ്ങനെ എല്ലാ കുട്ടികൾക്കും ഇത് പ്രയോജനമാകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. അതുകൊണ്ടൊരു കാര്യം കൂടി, ഇത് വിതരണം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഈ ഈ BIC ക്ലബ്ബ് തെരഞ്ഞെടുക്കാൻ വേണ്ടി ഞങ്ങൾക്ക് വളരെ അഭിമാനം തോന്നുകയാണ്. കാരണം ഇത്രയും നല്ല ഒരു ജനോപകാരപരമായ ഒരു പരിപാടി നടത്തുവാൻ ഈ ക്ലബ്ബ് തന്നെ തിരഞ്ഞെടുത്തതിൽ ഞങ്ങളുടെ ജോലിയെയും ബന്ധപ്പെട്ട എല്ലാവരെയും പ്രത്യേകം അഭിനന്ദിക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം, നന്ദി, നമസ്കാരം ചെയ്യും. ഒരു വാക്ക് പറയുന്നതിന് പ്രത്യേകിച്ച് നമ്മുടെ ജോസിയുണ്ട്. എല്ലാവർക്കും ഒറ്റ വാക്കിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഇതിന്റെ ഒരു ആരംഭം അതൊന്ന് പറയാൻ പറ്റാത്ത കാര്യമാണ്. രണ്ട് കാര്യമുണ്ട്. ഒന്ന്, യേശുക്രിസ്തു പറഞ്ഞു തരാണ്ട്, നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാവുന്നു, നിങ്ങളുള്ള വെളിച്ചം ഇരുളാകാതെ സൂക്ഷിക്കാം. ഇപ്പൊ എന്നിലൊരു വെളിച്ചം ദൈവം കത്തിച്ചു തന്നതാണ് 16 വർഷമായിട്ട് ഇങ്ങനൊരു ചാരിറ്റി പ്രവർത്തനം തുടങ്ങാൻ കാരണം. ഇതിന്റെ ആരംഭം എന്ന് പറയുന്നത് ഒരു 10-15 വയസ്സിന് താഴെയുള്ള ഒരു പെൺകൊച്ച്, ഞാൻ പാലക്കാട് ബിസിനസ്സായിരുന്നു. ആ സമയത്ത് ഒരു 15 വയസ്സിന് താഴെയുള്ള ഒരു കൊച്ച് താലൂക്ക് ആശുപത്രിയിൽ നിന്ന് ഓടി വന്ന് ആ കുഞ്ഞിന്റെ അമ്മ ആശുപത്രിയിലാണ്, എനിക്ക് ഒരു പൊതി ചോറിന് പൈസ തരണമെന്ന് പറഞ്ഞ് എൻ്റെ അടുത്ത് വന്ന് അന്ന് അവിടെ 7 രൂപയുള്ള ഒരു ഊണിന്. അപ്പം ഓടി വന്ന് ചോദിക്കുമ്പം ഇത് ശരിയാണോ തെറ്റാണോ എന്ന് അറിയത്തില്ല. അപ്പൊ ഞാൻ അതിന് ഒരു ഊണിനുള്ളതിലും കൂടുതൽ പൈസ ആ കൊച്ചിന് കൊടുത്തത് ഞാൻ ആ കുഞ്ഞിന്റെ പുറകിൽ. ആ കുഞ്ഞ് ഒരു പൊതി ചോറ് മേടിച്ചിട്ട് തിരിച്ചു ഓടുന്ന ഒരു ഓട്ടം എൻ്റെ ഹൃദയത്തിനകത്ത് ഇറങ്ങി. അന്ന് ആഗ്രഹിച്ചതാണ് അവൻ അനേകം എന്ത് ചെയ്യണം, ഒരു കൈത്താങ്ങലിന് എന്നാലാകുന്ന വിധത്തിൽ ഒരു സഹായം ചെയ്യണം. അങ്ങനെ ഞാൻ തിരുവല്ലായി ജോലി ചെയ്യുമ്പോൾ സംവിധായകൻ സിബി മലലിന്റെ ചേട്ടൻ ജോസ് മലയിൽ സാറിനോട് ഞാനിങ്ങനെ നമ്മുടെ ഹൈ റേഞ്ചിന്റെ ബുദ്ധിമുട്ട് പ്രയാസമൊക്കെ അദ്ദേഹത്തോട് പറയുന്നു. അദ്ദേഹം എന്നെ എടുത്തത് 1000 രൂപ എടുത്തത്. 1000 രൂപ എടുത്ത് കഴിഞ്ഞപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, സാറേ ഞാൻ പൈസ ചോദിച്ചല്ല, ഞാൻ എൻ്റെ ഈ ഒരു അവസ്ഥ പറഞ്ഞാണ്. അപ്പം ഇദ്ദേഹത്തിന്റെ വീടിനോട് ചേർന്ന് താമസിക്കുന്ന ജോസഫ് പാസ്കിൻസ് ഒരു മനുഷ്യനുണ്ട്. അദ്ദേഹത്തോട് പറഞ്ഞു, ഞാൻ ഇങ്ങനെ ജോസാറിന്റെ അടുത്തൊരു കാര്യം പറഞ്ഞു പറഞ്ഞു. പുള്ളി 1250 രൂപയാണ്. അങ്ങനെ 16 വർഷം ഞാനൊരു 300 രൂപ എടുത്തിട്ട് 350 രൂപ എടുത്തിട്ട് 3000 രൂപയ്ക്ക് തുടങ്ങിയ സംരംഭമാണ്. ഇന്ന് ദൈവത്തിന്റെ കൃപയാൽ ഏകദേശം 3000-4000 കുട്ടികൾക്ക് ബുക്ക് കൊടുക്കാൻ സഹായിക്കുന്നു. ഇതിന് ഞങ്ങളെ ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന KCCOC സംഘടനയാണ്. നിങ്ങൾ വരും കാലത്ത് ആമേൻ എഞ്ചിനീയർമാരും ഡോക്ടർമാരും സയന്റിസ്റ്റും ആമേൻ രാജ്യം അറിയപ്പെടുന്ന ലോകം അറിയപ്പെടുന്ന വ്യക്തികളായി മാറണമെന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നന്ദി, ദൈവം അനുഗ്രഹിക്കട്ടെ. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് എല്ലാ അധ്യയന വർഷവും നമ്മുടെ നാട്ടിലെ കുട്ടികൾക്കായിട്ട് അവർക്കുള്ള പഠനോപകരണ വിതരണങ്ങൾ നടത്തി വരുന്ന ഒരു സ്ഥാപനമാണ്. ഈ വർഷവും അവരവരുടെ അധ്യയന വർഷം ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ നാട്ടിലെ കുട്ടികൾക്ക് അവർക്ക് ആവശ്യമായ പഠനോപകരണങ്ങൾ വിതരണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിനെ പിന്നെ പ്രവർത്തിക്കുന്ന ജോസിയെന്നും മറ്റാളുകൾക്കും എല്ലാവിധ ആശംസകളും.
പ്രിയപ്പെട്ടവര്, നമ്മുടെ കൂട്ടിക്കൽ ഗ്രാമപഞ്ചായത്തില് ഇങ്ങനെ ഒരു ബുക്ക് വിതരണം നടത്തുന്നത് ചേട്ടന് എല്ലാവിധ ആശംസകളും ദൈവാനുഗ്രഹങ്ങളും പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ മുന്നോട്ടും ജോസിച്ചേട്ടൻ്റെ ജീവിതത്തിൽ നന്മകൾ ഉണ്ടാകട്ടെ എന്നുകൂടി ആശംസിക്കുന്നു. എഡ്വിൻ 4ാം ക്ലാസ്. ജാനീസ് അല്ലേ? 1ാം ക്ലാസ്. ജാനീസ്. പിന്നെ ജോസഫ് 1ാം ക്ലാസ്. പിന്നെ ഏഞ്ചൽ +2.